അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണല്ലോ. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കണം, നിരന്തരം അന്വേഷിച്ചുകൊണ്ടേയിരിക്കണം. കണ്ടെത്തും, ഷുവർ. കണ്ട അച്ഛൻ വരെ പറഞ്ഞു തുടങ്ങി. നമ്മുടെ കടമക്കുടി ഗ്രാമപഞ്ചായത്ത് വലിയൊരു മദ്യത്തിനും മദ്യപാനികൾക്കുമെതിരെ സമരം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. എന്റെ ഇടവകയിൽ തന്നെ ഏതൊക്കെയോ പ്രമാണിമാരുടെ ഇടപെടൽ കാരണം ഒരു പുതിയ ബിവറേജ് ഔട്ട്ലെറ്റ് വരാൻ പോവുകയാണ്. അല്ല, മദ്യത്തിനെതിരെ അച്ഛൻ നയിച്ച സമരത്തിലാണ് ഞങ്ങൾ കൈയടിച്ചത്. എന്താ എവിടെ ലല്ലും ചാവുകളൊക്കെ കുമ്പസരിച്ചിട്ട് പോയാ മതിട്ടാ. പള്ളി പോയി പറഞ്ഞാ മതി. ഞാനില്ല. ഇതേപോലെ വേർത്ത് കുളിച്ചു വെച്ചു ആ സമയത്തിന്. എന്നിട്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് മനസ്സിലായി. കുറച്ചുകൂടി പറയട്ടെ അച്ഛൻ, എന്തിനാണ് അച്ഛൻ നല്ല രസം കേൾക്കാനായിട്ട്. എന്റെ കർത്താവേ, അച്ഛോ അച്ഛോ പോലെ ബാക്കിയുണ്ട്. ഇത്രയും മതിയടാ അച്ഛോ. എനിക്കൊന്ന് കുമ്പസാരിക്കണം അച്ഛോ. എത്ര നേരോടാ പറഞ്ഞു വന്ന പാപത്തിന്റെ ഫ്ലോ അങ്ങോട്ട് പോയി. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം വരുമ്പോ പെൻ ഡ്രൈവ് ആയി കൊടുക്കാല്ലേ. നീ വന്നെനിക്ക് വിശന്നിട്ട് പോയി. നീ ഇത്ര മണ്ടറായി പോയല്ലോ. അത് ഞങ്ങൾക്ക് അറിയാം ആരാ മണ്ടനെന്ന്. അതെന്താ എന്തിനാണെങ്കിലും ചോദിച്ചു മേടിക്കണം. നിന്റെ കഴിഞ്ഞ കുമ്പസാരം കഴിഞ്ഞ? നീ വന്നെനിക്ക് വിശന്നിട്ട് പോയി. അയ്യോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം, കൊറേ ഉണ്ട്. കുമ്പസാരിക്കാനാ? അതൊക്കെ പിന്നെ വന്നേ, എനിക്ക് വിശക്കണടാ. അയ്യോ, എനിക്കിന്ന് തന്നെ കുമ്പസാരിക്കണം. ഞാൻ പ്രാക്ടീസ് ചെയ്ത് വെച്ചേക്കാണ്. അടുത്ത ആഴ്ച കുമ്പസാരിക്കടാ. എനിക്കിന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കണം എന്ന് പറഞ്ഞാൽ കുമ്പസാരിക്കണം. അച്ഛൻ നേരത്തെ വന്നല്ലോ. ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛോ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛോ, ഞാൻ കുമ്പസാരിച്ചിട്ട് 2-3 വർഷമായി. കുഴപ്പമില്ല, പറഞ്ഞു. നീ ഒക്കെ കുമ്പസാരന്റെ രഹസ്യം. ശരി ശരി. അതെ അച്ഛോ, ഇന്നലെ രാത്രി ഞാൻ പിന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ പിന്നെ കഴിഞ്ഞ മാസം ഞാൻ അങ്ങനെ ഈ 2 വർഷം കൊണ്ട് ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അതിന് നീ നാട്ടുകാരുടെ മുഖത്ത് നോക്കാറില്ലല്ലോ. ഈ നാട്ടുകാരെങ്ങനെ നിന്റെ മുഖത്ത് നോക്കുന്നു? അത് പോട്ട മോനെ ടെനി, പോട്ട. എന്നാലും മൈക്ക് കൂടിക്ക് വിളിച്ചു പറഞ്ഞ മോശമായിപ്പോയി. ഒരു ഹീറോസിന് വേണ്ടി 1-2 കഥ ഞാൻ ഉണ്ടാക്കി കാഴ്ചയും ചെയ്തായിരുന്നു. ചേട്ടാ, എനിക്ക് 3 ചാറ്. എല്ലാവർക്കും ചാറ് മാത്രം മതി, കറി ആരും വാങ്ങില്ല. ചേട്ടാ, ഞാൻ ചാറിലേ വെച്ചുള്ളൂ. ഇതിനകത്തൊരു പീസ് ഇത് തിരിച്ചെടുത്തോ. ആദ്യമായിട്ടാ ചാറ് വാങ്ങിയിട്ട് ഒരാൾ കഷ്ണം തിരിച്ചു തരുന്നത്. മോൻ കഴിച്ചോ? എത്ര ചേട്ടാ? ഹിന്റെ അടുത്ത കളി കാൽക്കുലേറ്ററാ. എന്തൊക്കെയാടാ കഴിച്ച്? 2 കഷ്ണം പുട്ട്, 2 കഷ്ണം പുട്ട് 14, 2 പപ്പടം, 2 പപ്പടം 6, 2 പഴം 6, 1 ചായ, 1 ചായ 8. മൊത്തം എത്രേ? 14,668 രൂപയെ. ഒന്ന് പോടോ മക്കളെ, തീർന്ന പൈസ എനിക്ക് പോടോ. ബീഫിന്റെ മണം പോവും. മറന്ന ചേന്നൂര് കെട്ടുകലക്കല് ഇന്ന് അവിടെ ഉറപ്പായിട്ടും പോണം. അതാണ് എന്റെ ആകെ ഉള്ള ഒരു പ്രതീക്ഷ. അവിടെ നിന്നെങ്കിലും ഒരു സ്മാർക്കുള്ള പെങ്കൊച്ചിനെ നീ കണ്ടുപിടിച്ചാ മതി. നിങ്ങൾ എവിടെ പോണ പറയണ? നിന്റെ ചേന്നൂർ കെട്ടുകലക്കിന് ഏയ്, അവിടെ ആകെ തിക്കും തിരക്കും ബഹളവും ചെളിയൊക്കെ ഇട്ട് ഇതുപോലെ സ്വസ്ഥോട്ട് ഇരിക്കാൻ പറ്റൂല. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ? ഇവന്മാരെ നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. ഇല്ലോ.
ഇവിടെ ഈ ലൈഫ് ബോയ് സോപ്പിന്റെ ഒക്കെ പരസ്യത്തില് സോപ്പ് ഒരച്ച് കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടുങ്ങിട്ട് 2 കീടാണുക്കൾ മാത്രം ബാക്കി വരില്ലേ? ആ 2 കീടാണുക്കളാണ് ഈ ഇരിക്കുന്ന രണ്ടും, ഡിങ്കും മിങ്കും.